ഫെബ്രുവരി 24 കെന്റിലെ വിശുദ്ധ എഥൽബർട്ട്. രണ്ട് രാജകുടുംബങ്ങളിൽ തമ്മിലുള്ള വിവാഹബന്ധം ഒരു രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും ആ രാജ്യത്തിൻ്റെയും മാനസാന്തരത്തിന് വഴിതെളിച്ച ചരിത്രമാണ് എഥൽബർട്ടിൻ്റെ കഥ. അദ്ദേഹം എഥർമെഞ്ചിക്കിൻ്റെ മകനായി AD 552 ജനിച്ചു. അക്രൈസ്തവനായ അദ്ദേഹം 560 കെന്റിലെ രാജാവായി സ്ഥാനാരോഹണം ചെയ്തു. ബ്രിട്ടനിലേക്ക് കുടിയേറിയ സാക്സൺ വർഗത്തിൻ്റെ നേതാവായിരുന്ന ഹെങ്കിസ്റ്റിൻ്റെ 5ാമത്തെ പിൻഗാമിയായിരുന്നു എഥൽബർട്ട്. ഫ്രഞ്ച് രാജകുടുംബത്തിൽപ്പെട്ട ചാരിബർട്ടിൻ്റെ ഏകപുത്രിയായ ബർത്തായെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഈ വിവാഹബന്ധത്തിൽ എഥൽബർട്ട് അതിശക്തനായിത്തീർന്നു. ബർത്ത രാജ്ഞി ക്രിസ്ത്യാനിയും എഥൽബർട്ട് ഓഡിൻ്റെ ആരാധകനുമായിരുന്നു. മതവിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ബർത്ത രാജ്ഞി ക്ലെന്റിലെ സുവിശേഷ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഫ്രാൻസിസിൽ നിന്ന് ല്യൂഡാർഡ് എന്ന മെത്രാനെ ക്ഷണിച്ചു വരുത്തി. രാജ്ഞിയുടെ സഹായത്താൽ ല്യൂഡാർഡിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചു. എങ്കിലും എഥൽബർട്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചില്ല. 6ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ മഹാനായ ഗ്രിഗോറിയോസ് 1 മാർപ്പാപ്പ ഇംഗ്ലണ്ടിലെ സുവിശേഷവൽക്കരണത്തിനായി ഒരു പ്രേഷിത സംഘത്തെ സംഘടിപ്പിച്ചു. അതിൻ്റെ നേതാവായിരുന്നു അഗസ്റ്റിൻ അഥവാ ഓസ്റ്റിൻ എന്ന സന്യാസശ്രേഷ്ഠൻ. ആദ്യമൊക്കെ ആംഗ്ലോ സാക്സൺ വംശത്തിൻ്റെ ആക്രമണത്തെ അവർ ഭയപ്പെട്ടിരുന്നു. പിന്നീട് അവർ ക്ലെന്റിലെ രാജാവിൻ്റെ അധീനതയിലുള്ള താനഞ്ചെ ദ്വീപിൽ എത്തി. രാജാവിനെ അവർ ദൂതൻ വഴി വിവരമറിയിച്ചു. ഓസ്റ്റിനും സംഘത്തിനും പറയാനുള്ള കേൾക്കാൻ രാജാവും പരിവാരവും താനറ്റ് ദ്വീപിലെത്തി. മാന്ത്രിക വിദ്യയെ ഭയന്നിരുന്ന രാജാവ് തുറസ്സായ സ്ഥലത്ത് ഒരു ഓക്കുമരത്തിൻ്റെ തണലിൽ ഇരുന്ന് അവരോട് സംസാരിച്ചു. ഈ സംഭാഷണം മിഷണറിമാർക്ക് ഗുണകരമായി തീർന്നു. തൻ്റെ രാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കാൻ മിഷണറിമാർക്ക് എഥൽബർട്ട് അനുവാദം കൊടുത്തു. എന്നാൽ രാജാവ് തൻ്റെ വിശ്വാസവും ആചാരങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. മിഷണറിമാർ വിശുദ്ധ മാർട്ടിൻ്റെ ദേവാലയം കേന്ദ്രീകരിച്ച് അതിതീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ നടത്തും. കുർബാനയും സങ്കീർത്തനങ്ങളും ഗാനങ്ങളും വഴി നാട്ടിലെ ജനങ്ങളെ ഉണർത്തി. അതിൻ്റെ ഫലമായി ധാരാളം ജനങ്ങൾ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി. AD 597 എഥൽബർട്ട് രാജാവും പ്രഭുക്കന്മാരും വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനത്താൽ ക്രിസ്ത്യാനികളായി. മിഷണറിമാർ ക്രമേണ ബ്രിട്ടനിലെ പല ദേവാലയങ്ങളും പുതുക്കി പണിതു. പുതുതായി വന്ന ക്രിസ്ത്യാനികൾക്ക് ഇതെല്ലാം ഉപകാരപ്രദമായി തീർന്നു. പ്രേഷിത പ്രവർത്തനങ്ങളിൽ യാതൊരു നിർബന്ധമോ സമ്മർദ്ദമോ രാജാവ് അനുവദിച്ചിരുന്നില്ല. ദൈവവചനം സ്വീകരിക്കാൻ ജനങ്ങളെ ഒരുക്കുക മാത്രമാണ് മിഷണറിമാർ ചെയ്തിരുന്നത്. എല്ലാ മനുഷ്യരെയും തുല്യരായിട്ടാണ് എഥൽബർട്ട് കണ്ടിരുന്നത്. രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി നിരവധി നിയമങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. അവ പിൽക്കാലത്തെ ഭരണാധികാരികൾക്ക് മാതൃകയായി. കാൻറ്റർബറിയിലെ വിശുദ്ധ പത്രോസ്, പൗലോസ് ശ്ലീഹന്മാരുടെ ബഹുമാനാർത്ഥം അദ്ദേഹം ഒരു ഗംഭീര ദേവാലയം പണി കഴിപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷമായിരുന്നു. സുദീർഘമായ 56 വർഷം നീണ്ട എഥൽബർട്ടിൻ്റെ ഭരണകാലം ക്ലെന്റിലെ സഭയുടെ സുവർണകാലമായിരുന്നു. പ്രായശ്ചിത്തവും പ്രാർത്ഥനയും എഥൽബർട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി. പരിത്യാഗവും അധ്വാനവും ജാഗരണവും അദ്ദേഹം നിത്യം പരിശീലിച്ചിരുന്നു. വിഗ്രഹാരാധനയെ അദ്ദേഹം നിരോധിച്ചു. സ്വന്തം അരമന അവിടുത്തെ ആർച്ച് ബിഷപ്പിന് വിട്ടുകൊടുത്തു. അപ്പോൾ വിശുദ്ധ ഓസ്റ്റിനായിരുന്ന ക്ലെന്റിലെ ആർച്ച് ബിഷപ്പ്. പൗരസ്ത്യ സാക്സൺ രാജാവായിരുന്ന സെബർട്ടിനെ എഥൽബർട്ട് മാനസാന്തരപ്പെടുത്തി. രാജകീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വിശുദ്ധി പ്രാപിക്കാൻ ശ്രമിച്ചിരുന്നു. ഉത്തമ ക്രിസ്തീയ ജീവിതം നയിച്ച് എഥൽബർട്ട് 616 മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാൻറ്റർബറിയിലെ പത്രോസ്, പൗലോസ് ശ്ലീഹന്മാരുടെ ദേവാലയത്തിൽ തൻ്റെ ജീവിത പങ്കാളി ബർത്തായുടെ ശവകുടീരത്തിന് സമീപം സംസ്കരിക്കപ്പെട്ടു. വിചിന്തനം: സന്മനസ്സുണ്ടെങ്കിൽ സമ്പത്തോ പ്രഭുത്വമോ രാജത്വമോ ഒന്നും വിശുദ്ധിക്ക് പ്രതിബന്ധമല്ല.